വർക്കലയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നാടാണ് വർക്കല. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം ഉള്ളതും വർക്കലയിലാണ്, ശിവഗിരിയാണ്. വർക്കലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടൂറിസം പദ്ധതികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആഭ്യന്തരമായും നിരവധി ടൂറിസ്റ്റുകളാണ് വർക്കലയിലെത്തുന്നത്. അപ്പോൾ അവരുടെ താമസ സൗകര്യം, അവർക്കാവശ്യമായിട്ടുള്ള ഫെസിലിറ്റികൾ ഒരുക്കൽ, ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പ്രധാനമായിട്ട് നടത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ വക ഗസ്റ്റ് ഹൗസ് ആണെങ്കിലും റെസ്റ്റ് ഹൗസ് ആണെങ്കിലും അതെല്ലാം നമുക്ക് പൂർത്തീകരിച്ച് ഒരു നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി വർക്കലയെ സംബന്ധിച്ചിടത്തോളം നാം കാണുന്ന ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവിടെ റെയിൽവേ മേൽപ്പാലങ്ങളാണ്. പ്രധാനമായും ട്രാഫിക്കുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഗേറ്റ് അടച്ചുപോയാൽ 40-45 മിനിറ്റെല്ലാം ചില പീക്ക് അവേഴ്സിൽ വണ്ടി ട്രാഫിക് വലിയ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ റെയിൽവേ മേൽപ്പാലങ്ങളാണ് അവിടെ പ്രധാനമായിട്ട് വരേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കൂടി അനുവദിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വർക്കലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഈ IT പാർക്കുകൾ വരുമ്പോൾ വർക്കലയ്ക്കും ഒരു പ്രാധാന്യം നൽകി IT പാർക്ക് കൂടി വന്നാൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഉപകാരപ്രദമാകുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഒരു അന്താരാഷ്ട്ര നിലവിലുള്ള സ്റ്റേഡിയത്തിൻ്റെ പണി പൂർത്തീകരിച്ചു വരികയാണ്. അതിൻ്റെ പൂർത്തീകരണത്തോടുകൂടി ചെറുപ്പക്കാരെ നമുക്ക് കൂടുതൽ അവിടെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ നിലയിൽ വർക്കലയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആരോഗ്യരംഗത്ത് താലൂക്ക് ഹോസ്പിറ്റൽ എന്നുള്ള നിലയിൽ വലിയ കെട്ടിട സമുച്ചയം, ഏതാണ്ടൊരു 40-45 കോടി രൂപയുടെ വലിയ കെട്ടിട സമുച്ചയത്തിൻ്റെ പണി നടന്നു വരികയാണ്. അതെല്ലാം കൂടി വരുമ്പോൾ വർക്കലയുടെ മുഖച്ഛായ തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും.